ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു രസമാണ്. എല്ലാവർക്കും ചോറിൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കാൻ ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് രസം. നമ്മൾ ഓരോരുത്തർ ഓരോ രീതിയിൽ ഉണ്ടാക്കാറുണ്ട്. തക്കാളി രസം ഉണ്ടാക്കും, മുതിര രസം ഉണ്ടാക്കും, ഇങ്ങനെ പല പല രസങ്ങളുണ്ട്. പിന്നെ നവരസങ്ങൾ മുഖത്തുണ്ട്. എല്ലാം കൂടെ ചേർന്നിട്ട് നമുക്ക് ഇന്ന് ഒരു രസം ഉണ്ടാക്കാം. രസം ഉണ്ടാക്കുന്നതിന് വേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഞാനിവിടെ എടുത്തേക്കുന്ന സാധനങ്ങൾ, നമ്മൾ പുളിയുടെ രസമാണ് ഇവിടെ എടുത്തേക്കുന്നത്. നമ്മൾ പിഴിപുളി എന്നൊക്കെ പറയുന്നതല്ലേ, നമ്മുടെ ചമ്മന്തി പുളി എന്നൊക്കെ പറയുന്നത് ആ പുളിയാണ്. ഒരു നെല്ലിക്ക വലുപ്പത്തിലെടുത്ത് വെള്ളത്തിൽ കുതിർത്ത് അത് നല്ലതുപോലെ പിഴിഞ്ഞെടുക്കണം. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ് നമുക്ക് വേണ്ടത് എന്താണെന്നൊക്കെ വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെടുത്തേക്കുന്നത് ചെറിയ ഉള്ളിയാണ്. ഇത് ചെറിയ ഉള്ളി ചതച്ചത്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ചെറിയ ഉള്ളി കുറച്ച് കടുവറക്കാൻ അരിഞ്ഞിട്ടുണ്ട്, കറിവേപ്പില, മല്ലിയില. കറിവേപ്പില ഇച്ചിരി വാടിയതൊക്കെയാണ് കേട്ടോ. നമ്മൾ ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുത്ത് ഉപയോഗിക്കുന്നതുകൊണ്ട് കുറച്ച് വാടിയത് ഉണങ്ങിയതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫ്രഷ് കിട്ടുന്നവർ ഫ്രഷ് യൂസ് ചെയ്യുക, അവൈലബിലിറ്റി അനുസരിച്ച് നമ്മൾ ചെയ്യുക. ഓക്കേ, അപ്പോൾ നമുക്കിതിന് വേണ്ട ബാക്കി മസാലക്കൂട്ടുകൾ എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെയാണ് മസാലക്കൂട്ടുകൾ. മസാലക്കൂട്ട് എന്താണെന്ന് കാണിച്ചു തരട്ടെ. മസാലക്കൂട്ട് നോക്കൂ. അയ്യോ, മിക്സായിപ്പോയി. ചുമന്ന മുളക് പൊടി, കുരുമുളക് പൊടി കാണാതെ മാറ്റി മാറ്റി ഇട്ടതാണ്, ഇപ്പം ഇച്ചിരി കൊണ്ട് ഉരുണ്ടുപോയി. ഓക്കെ, എന്തായാലും ചുമന്ന മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, കായപ്പൊടി, ഉലുവപ്പൊടി, ഉപ്പ് താഴെ പോയി കേട്ടോ. മഞ്ഞളും മുളകും എല്ലാം കൂടെ ഉരുണ്ട് ഉപ്പിൻ്റെ മേളിലോട്ട് വീണു. സോറി, ക്ഷമിക്കുക. അപ്പം അതൊക്കെ ചേർത്തിട്ട് നമുക്കൊരു രസം ഉണ്ടാക്കാം. ഓക്കെ, അപ്പം എല്ലാവരും പോരെ, രസം ഉണ്ടാക്കി കാണിച്ചു തരാം. ഓക്കെ, അപ്പം നമ്മൾ രസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മൺചട്ടി എടുത്ത് ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. എപ്പോഴും മൺചട്ടിയിലൊന്നും അല്ല ഉണ്ടാക്കുന്നത് കേട്ടോ, ചുമ്മാ ഇന്നൊരു ആർഭാടത്തിന് മൺചട്ടി എടുത്തുന്നേ ഉള്ളൂ. ഞാനിവിടെ മീൻകറി ഉണ്ടാക്കുന്ന ചട്ടിയാണ്. ഇന്നത്തേക്ക് നമുക്കിതിലുണ്ടാക്കി നോക്കാം. അപ്പം ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ എടുക്കുക. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുകിട്ട് വറുത്തെടുക്കുക, അല്ലെങ്കിൽ പൊട്ടിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ ഒന്ന് ചൂടായി വരട്ടെ. അപ്പം നമുക്ക് കടുകിട്ട് കൊടുക്കാം. ചട്ടി ആയതുകൊണ്ട് ചൂടാകാൻ ഇച്ചിരി സമയം എടുക്കും, പക്ഷെ ചൂടായി കഴിഞ്ഞാൽ അതിൻ്റെ ചൂട് നിൽക്കും അതിൽ. ഇപ്പം നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മുടെ കടുക് പൊട്ടിച്ച് കിടുകിടയെന്ന് കടുക് വറുത്തെടുക്കാം. നമ്മുടെ കടുക് പൊട്ടി വരുന്നുണ്ട്. പൊട്ടി വന്നു കഴിയുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റല്ല, നമ്മൾ ചതച്ചതേ ഉള്ളൂ. പിന്നെ ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കാം. അത് ഒരുവിധം വഴന്ന് വന്നിട്ട് നമുക്ക് മറ്റേ ചെറിയ ഉള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. പിന്നെ ഇട്ട് കൊടുത്താൽ മതി. ഒരുപാടിട്ട് കരിച്ച് അത് കളയേണ്ട ആവശ്യമില്ല. ചതച്ച് ചുമന്നുള്ളി. അപ്പം നമ്മൾ ഇതൊന്ന് മൂത്ത് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പം ഇത് നമ്മൾ പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ പഴമയുള്ള ആൾക്കാരൊക്കെ നമുക്ക് വയറ്റിൽ എന്തെങ്കിലും ഗ്യാസോ അങ്ങനെയുള്ള അസ്വസ്ഥതകളൊക്കെ ഉണ്ടെങ്കിൽ അപ്പം നമ്മൾ രസം ഉണ്ടാക്കി അത് കഴിക്കാറുണ്ട് ചോറിൻ്റെ കൂടെ. പിന്നെ ചിലർ കുടിക്കാറുണ്ട് ചോറുണ്ട് കഴിഞ്ഞതിന് ശേഷം. ഇതൊക്കെ പഴമയുടെ രുചികളാണ്. അപ്പം നമുക്കും അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് ചൂടായി വന്ന് മൂത്ത് വന്ന് ഇഞ്ചിയും വെളുത്തുള്ളി മൂത്ത് വന്നതിന് ശേഷം നമ്മളതിലേക്ക് ചുമന്നുള്ളി കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. കറിവേപ്പില നമുക്കിപ്പം മേടിച്ച് വയ്ക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഉണങ്ങിയൊക്കെ പോകുന്നത്. നമ്മൾ മേടിച്ച് ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കുന്നത്. എല്ലാവർക്കും അറിയാം. നമുക്ക് ഇവിടെ നിന്ന് എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള കാര്യമല്ല. എപ്പോഴും മാർക്കറ്റിൽ പോയി നമുക്ക് ഫ്രഷ് മേടിച്ച് കുക്ക് ചെയ്യാനൊന്നും പറ്റില്ല. അവർക്ക് എല്ലാവർക്കും അറിയാം. അപ്പം നമ്മൾ ഇതൊക്കെ എല്ലാം കൂടി ഇട്ടൊന്ന് മൂത്ത് വരട്ടെ. മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള മസാലക്കൂട്ടുകൾ ആഡ് ചെയ്ത് ടപ്പേന്നൊരു രസം തയ്യാറാക്കാം.
നമുക്ക് എന്നും ആലോചന എന്തുണ്ടാക്കണം, കറി എന്തുണ്ടാക്കണം, കറി ഉണ്ട് എന്നും എപ്പോഴും കൺഫ്യൂഷനുള്ളൊരു കാര്യമാണ്. ഇന്ന് എന്താ കറി ഉണ്ടാക്കുക, ഇന്ന് എന്താ കറി ഉണ്ടാക്കുക. അപ്പം നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെയും ഒരു രസം ഉണ്ടാക്കാം. പണ്ടൊക്കെ നമ്മുടെ അമ്മമാരൊക്കെ ഇങ്ങനെയാണ് രസം ഉണ്ടാക്കുന്നത്. തക്കാളിയൊന്നും ഒന്നൊക്കെ ആഡ് ചെയ്യാറില്ല. ഇപ്പം വരുന്ന കാലത്തൊക്കെ ഉള്ളവരാണ് ഇതിനകത്തൊക്കെ നമ്മൾ തക്കാളിയൊക്കെ ആഡ് ചെയ്ത് വേറെ കുറച്ച് ആർഭാടങ്ങളൊക്കെ ആഡ് ചെയ്ത്. ഇത് തനിനാടൻ പഴമയുടെ രുചിയാണ്. അപ്പം നമുക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് പണ്ട് കാലത്ത് നമ്മൾ ഉണ്ടാക്കിയിട്ട് ഇത് നമ്മുടെ മൺകലത്തിലൊക്കെ ഒഴിച്ചിട്ട് വെക്കാറുണ്ട്. അപ്പോൾ നമ്മളത് ഇന്നത്തെ കാലത്ത് നമുക്ക് ഉണ്ടാക്കിയപ്പോൾ ഫ്രിഡ്ജിൽ വെക്കാം. പണ്ടൊക്കെ അങ്ങനെ ഫ്രിഡ്ജിനൊന്നും ഇല്ലാത്ത കാലത്ത് ഇതുണ്ടാക്കി മൺകലത്തിലാണ് നമ്മൾ വെക്കുന്നത്. അപ്പം നെക്സ്റ്റ് ഡേയിൽ മോർണിംഗിലൊക്കെ എടുത്ത് പഴങ്കഞ്ഞിയുടെ ഒക്കെ ഒഴിച്ച് കഴിക്കുന്നൊരു ഓർമ്മകളൊക്കെ ഉണ്ട്. അതൊക്കെ ഒരു കാലം. അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ ഉള്ളി മൊത്തത്തിലേക്ക് എല്ലാ മസാലകളും ആഡ് ചെയ്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മസാലകൾ മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ പുളിവെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അത്രയേ ഉള്ളൂ. എല്ലാം റെഡിയായി. അപ്പം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടുതലോ കുറവാണോ എന്ന് നോക്കുക. ആവശ്യത്തിന് വെള്ളം പുളിയുടെ അനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചും കൊടുക്കുക. ഇതൊന്ന് തിളച്ച് വറ്റി വരുമ്പോഴത്തേക്ക് നമ്മുടെ രസം പുളി റെഡിയാവും. പണ്ടൊക്കെ രസം പുളി അല്ലേ വെറും പുളി എന്നൊക്കെ പറയുന്നതാണിത്. ശരിയാ, വെറും പുളി എന്നൊക്കെ പണ്ട് പറയാമായിരുന്നു. എനിക്കിപ്പോൾ ഓർക്കുന്നുണ്ട്, വെറും പുളിയാണെന്ന് പറയും. അതാണ് രസം പുളി അല്ലെങ്കിൽ വെറും പുളി എന്നൊക്കെ പറയുന്ന ഈ പുളിക്കറി. ഇതെല്ലാം ചേർത്ത് നിന്ന് ചൂടായി തിളച്ച് കുറച്ചൊന്ന് വറ്റി തിളയ്ക്കുമ്പോഴേ തന്നെ ഇത് റെഡിയാവും. ഇതിനകത്തൊന്നും നമുക്ക് വേവാനൊന്നുമില്ല, കൂടുതൽ നമുക്ക് കഷ്ണങ്ങളൊന്നുമില്ല വെന്ത് വരാൻ വേണ്ടിയിട്ട്. ഇത് ജസ്റ്റ് തിളയ്ക്കുമ്പോൾ തന്നെ റെഡിയാവും. അങ്ങനെ നമുക്കപ്പോൾ തിളപ്പിച്ച് ആവശ്യത്തിന് പറ്റിക്കാം. അത് പറ്റിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ചുമ്മാ വെള്ളത്തിൽ ഒഴിച്ച് കഴിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ രസമൊക്കെ തിളച്ച് മറിഞ്ഞ് റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ ഓൾറെഡി കായപ്പൊടി അതിലിട്ട് കൊടുത്തു. അപ്പോൾ നമ്മുടെ രസം തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്താലും നമ്മൾ ചട്ടിയാകുമ്പോൾ അറിയാമല്ലോ, ഇച്ചിരി നേരം കൂടെ അതിൻ്റെ ചൂടതിൽ നിൽക്കും. അപ്പോൾ ആ ഒരു തെളിയും കൂടെ നിൽക്കും. പിന്നെ ഈ ഒരു ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മല്ലിയിലയും കൂടി ഇട്ടങ്ങോട്ട് കൊടുത്താൽ നമ്മുടെ രസം റെഡിയായി. മല്ലിയില നമുക്ക് ചേർക്കണമെന്നില്ല, ഇഷ്ടമുള്ളവർക്ക് ചേർത്താൽ മതി. ചിലർക്ക് മല്ലിയുടെ ടേസ്റ്റ് ഒന്നും ഇഷ്ടപ്പെടാത്തവരുണ്ട്. മല്ലിയിലയുടെ ടേസ്റ്റ് അത് നമ്മുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ചെയ്താൽ മതി. മല്ലിയില വേണം വേണ്ടാന്നില്ല, അതുപോലെ പച്ചമുളകും വേണോ വേണ്ടിയെന്നില്ല. ഞാൻ കോമൺലി എരി അധികം ഉപയോഗിക്കാത്ത ആളാണ്. അപ്പോൾ പച്ചമുളക് അധികം വാരിയിട്ട് എരി കൂടുതലാക്കാറില്ല. നമുക്ക് ചോറുണ്ണുമ്പോഴും കറി കഴിക്കുമ്പോഴും പിന്നെ എരിഞ്ഞെരിഞ്ഞ് വെള്ളം കുടിച്ച് ചോറുണ്ണേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ആവശ്യത്തിന് മാത്രം എരി ചേർത്തിട്ട് കഴിക്കുക. അപ്പോൾ നമ്മുടെ രസം തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ചൂട് ചോറിൻ്റെ കൂടെ ഒഴിച്ച് നമുക്ക് കഴിക്കാം. ഇപ്പോൾ നമ്മുടെ രസം തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഗരമാഗരം രസം ഒന്ന് എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം, എല്ലാം കറക്റ്റായിട്ടുണ്ടോ എന്നുള്ളത്. ഓക്കെ, കണ്ടോ നമ്മുടെ രസം. നോക്കൂ നമ്മുടെ രസം നോക്കൂ. അപ്പം നമ്മുടെ ഗരമാഗരം രസം തയ്യാറായിട്ടുണ്ട്. അപ്പം ഞാനും ഉപ്പൊക്കെ ഇടയ്ക്ക് നോക്കി, എന്നാലും നിങ്ങളെ കാണിക്കാം, ഒന്നുകൂടെ ഉപ്പ് നോക്കി കാണിക്കാം. ഓക്കേ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായം പറയണം.
എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പം വേറൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.